നമസ്കാരം സർ. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജബൽപൂർ വിഷയത്തിൽ ക്ഷുഭിതനായ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ പൂവൻകുല പള്ളിയിൽ നേർച്ച സമർപ്പിക്കുന്ന സുരേഷ് ഗോപിയെയും കണ്ടു. ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ഇതിനു പിന്നിൽ? നമസ്കാരം. ശ്രീ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഏതൊരു പബ്ലിക് അപ്പിയറൻസ് നടക്കുന്ന സമയത്തും ഒരു ചോദ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു പ്രതികരണം അത് ക്ഷുഭിതമായിട്ടാണെങ്കിൽ കൂടുതൽ നല്ലത്, അതൊരു വാർത്തയാകുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്ന് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി പാർലമെന്റ് എംപിമാരൊക്കെ തന്നെ പാർലമെന്റിലടക്കം ഇനി സഭയ്ക്ക് പുറത്തുമൊക്കെ തന്നെ വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിന് പ്രതികരിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അദ്ദേഹം അതിന് പ്രതികരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം BJPയുടെ ഒരു MP ആണ്. അതിനേക്കാൾ കൂടുതൽ ചുമതലയും ഉത്തരവാദിത്വവും ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ഔട്ട് ഓഫ് പ്ലേസ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അദ്ദേഹം ക്ഷുഭിതനായിട്ട് അതിനോട് പ്രതികരിക്കുന്നു. ക്ഷുഭിതനാകേണ്ടുന്ന കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹം സ്വയം വിലയിരുത്തേണ്ടതാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ ജബൽപൂർ വിഷയം എന്താണ് എന്നുള്ളതാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം എന്നത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടുത്തെ മതപരിവർത്തനം എന്നത് റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് 2021 എന്നൊന്ന് വന്നിട്ടുണ്ട്. അതിന്റെ ചില ക്ലോസസ് ഒക്കെ തന്നെ വളരെ കണ്ടൻഷ്യസ് ആണ്. അത് കുറേയധികം വിവാദമായതാണ്, കോടതികൾ ഇടപെട്ടതാണ്, ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഈ നിയമനിർമ്മാണം അനുസരിച്ച് ആൾക്കാരെ ആരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്താനായിട്ട് സാധ്യമല്ല. ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്താനായിട്ട് സാധ്യമല്ല. എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊയേഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അല്യൂർ ചെയ്തുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്താനായിട്ട് സാധ്യമല്ല. ഏതെങ്കിലും വസ്തുവകകൾ കൊണ്ടോ ഏതെങ്കിലും മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്താനായിട്ട് സാധ്യമല്ല. ഇനി വ്യാജമായിട്ടുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാപട്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്താനായിട്ട് സാധ്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും മതപരിവർത്തനം നടത്തണമെങ്കിൽ അവർ സ്വേച്ഛയാൽ അത് ചെയ്യണം. യാതൊരു തരത്തിലുള്ള ബാഹ്യപ്രേരണയും അതിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ, അതായത് നമ്മുടെ ജില്ലാ കളക്ടർ, അതിനു മുമ്പിൽ 60 ദിവസം, ഈ കൺവേർട്ട് ചെയ്യുന്നതിന് 60 ദിവസം മുമ്പ് തന്നെ അവരുടേതായിട്ടുള്ള സ്വമേധയാ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകണം. ആ ഡിസിഷൻ സ്വയം എടുത്തിരിക്കുന്നതാണ്, യാതൊരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദമോ പ്രേരണയോ ഇല്ല എന്നൊക്കെ പറയണമെന്ന രീതിയിലത്തേക്കുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതുകൊണ്ട് തന്നെയാണ് അതിലെ പല നിയമങ്ങളും വളരെ സ്ട്രിക്റ്റ് ആണ്, സ്ട്രിഞ്ചന്റ് ആണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ മാസം മധ്യപ്രദേശിൽ തന്നെ പുതിയൊരു പ്രപ്പോസൽ ഉണ്ടാകുന്നത്. അതായത് പെൺകുട്ടികളെ, സ്ത്രീകളെയൊക്കെ തന്നെ മതപരിവർത്തനം നടത്തുന്നത് നിർബന്ധിച്ച് ഇതേപോലെ ചെയ്യുകയാണ് എങ്കിൽ അതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാം എന്ന രീതിയിൽ, അതായത് തൂക്കുകയർ നൽകാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം വരുന്നു. അത് ഭയങ്കര എക്സസ് പ്രയോഗമല്ലേ എന്നുള്ള ഒരു ഡിസ്കഷൻ ഇതിനോടകം തന്നെ അവിടെ ഉണ്ട്. മതപരിവർത്തനം എന്നതിന് നിർബന്ധിത മതപരിവർത്തനമാണെങ്കിൽ തന്നെ ഇതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ വേണ്ടയോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയുണ്ട്. അപ്പൊ നിലവിലുള്ള നിയമത്തിനെ കൂടുതൽ സ്ട്രിഞ്ചന്റ് ആക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം. ഇനി ജബൽപൂരിൽ സംഭവിച്ചിരിക്കുന്നത്, അവിടെയുള്ള ചില പള്ളികൾ, ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചില പള്ളികളിലേക്ക് ബസ്സിൽ കയറ്റി കുറേയധികം ആൾക്കാരെ കൊണ്ടുവരുന്നു. ആ ആൾക്കാർ അവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്ന് കംപ്ലൈന്റ് പറയുന്നു. ഈ ആൾക്കാരൊക്കെ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? അപ്പൊ ഇത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഒരു മറുപടി ഉണ്ടാകുന്ന സമയത്താണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു. പോലീസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു. പിന്നീട് നടക്കുന്നത് ഇതിൽ 2 വേർഷൻസ് ആണ്. അതിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ, ഈ തടയുന്ന ആൾക്കാരുടെ വേർഷൻസ്, അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പള്ളിയിൽ പോകുന്നു, തങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുകയും അവരുടെ ഡോക്യുമെന്റുകളിൽ അവർ ഹിന്ദുക്കളാണ് എന്ന് കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതായത് ഇവരെല്ലാവരും തന്നെ ഹിന്ദുക്കളാണ്, പക്ഷെ അവരെ മതപരിവർത്തനത്തിന്, നിർബന്ധിത മതപരിവർത്തനത്തിന് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണെന്നാണ് അവർ പറയുന്നത്. പോലീസ് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഈ രീതിയിലത്തേക്കുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടാകുന്നു, അതിൽ പരിശോധനകളും മറ്റും നടക്കുന്നു എന്ന രീതിയിലത്തേക്കും ആരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നു. പക്ഷെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. അതിലൊരു സ്ത്രീ ഒരു പ്രീസ്റ്റിനെ അടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ പിന്നീട് വന്നിരിക്കുന്ന ഒരു വിശദീകരണം, അദ്ദേഹം പ്രീസ്റ്റ് ആണ് എന്ന് അറിയത്തക്ക രീതിയിലത്തേക്കുള്ള വേഷധാരണമായിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, സിവിലിയൻ ഡ്രസ്സിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സിവിലിയൻ ഡ്രസ് ആയിക്കോട്ടെ ലോഹയിട്ട ആളായിക്കോട്ടെ തല്ലാൻ പാടുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇനി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം,
ഇത് ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ സത്യത്തിൽ എന്താണ്? അതായത് രണ്ട് വൈദികർ അവിടെ ഇടപെടുന്നു. ആ വൈദികർ അവിടെ ഇടപെടുന്ന സമയത്ത് അവരുടെ താല്പര്യം എന്താണ്? പൂർണ്ണമായിട്ടും ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് മാത്രമായിരുന്നോ, അതോ ഇവിടെ ആരോപിക്കപ്പെടുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള പോലീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എത്രത്തോളം ഇതിലേക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഈ നിർബന്ധിത മതപരിവർത്തനം എന്നതൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടപെടാനായിട്ട് അവർക്ക് അവകാശമുണ്ടോ? എത്രത്തോളം ഇടപെടാം? സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഘർഷം ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ഒരു സംവിധാനം ഉണ്ട്, അതിനുള്ള ഒരു അവിടെ കോപ്പ് കൂട്ടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പോലീസിനെ അപ്രോച്ച് ചെയ്യാം. പക്ഷെ അവർക്ക് ഇടപെട്ടുകൊണ്ട് ഇതിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. തന്നെയുമല്ല, അവരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രകോപനപരമായിട്ട് പെരുമാറുകയും അതിലൊരു മധ്യസ്ഥം പറയുന്നതിന് വേണ്ടിയിട്ടോ കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ വന്നിരിക്കുന്ന പള്ളിയിലച്ചന്മാരോട് മോശമായി പെരുമാറുന്നതിനോ അവരെ കായികമായി നേരിടുന്നതിനോ ഒക്കെ തന്നെ അവർക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം നമ്മുടെ നാട്ടിൽ ഏതൊരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തിലും കായികമായിട്ട് നമ്മൾ മാറുക എന്നൊരു സംവിധാനം ഇല്ല. അത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അവരെ കായികമായിട്ട് നേരിട്ടിട്ടുണ്ട് എങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആരോപണം പോലീസ് കണ്ടു നിൽക്കെ ഇവരെ ആക്രമിച്ചു, പോലീസ് ഇടപെട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിലത്തേക്കുള്ള ഒരു നടപടി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അക്കൗണ്ടബിൾ ഇവിടെ പോലീസാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഇഷ്യൂവിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ, ഒന്ന്, ഈ ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന ഒരു പ്രശ്നമുണ്ട്. കൺവേർഷൻ ആണോ ഉദ്ദേശം? അവർ ഹിന്ദുക്കളാണ് റെക്കോർഡിലെങ്കിൽ അവരെന്തിനാണ് ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞത്? ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷൻ ഇവിടെ നിന്നാണ് ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ വസ്തുതകൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്താൻ വന്നിരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് മുമ്പ് ഇങ്ങനെ റിലീജിയസ് കൺവേർഷൻ, ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ചാർജുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ്. ഇതിനോടൊപ്പമാണ് ആരെങ്കിലും നിയമം കയ്യിലെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ഇന്റർവെൻഷൻസ് മാത്രമാണോ പൊതുസമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്നുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? എക്സസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പോലീസ് നിഷ്ക്രിയമായോ? അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായി പുറത്തു വരണമെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടാകണം. ഇവിടെ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരാളിന്റെ സ്വേച്ഛയാൽ അയാൾക്ക് ചെയ്യാൻ അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അത് നമ്മുടെ രാജ്യത്തെ മത സ്വാതന്ത്ര്യ നിയമങ്ങൾ അനുവദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൗലിക അവകാശമാണ് ഏത് മതവിശ്വാസത്തിൽ നമ്മൾ ബിലീവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഏതിനെ നമ്മൾ അനുവർത്തിക്കണം എന്നത് നമ്മുടെ മാത്രമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മധ്യപ്രദേശിൽ ഇങ്ങനെ ഒരു ആന്റി കൺവേർഷൻ ആയിട്ടുള്ള ഒരു ലോ അവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആന്റി ഫോഴ്സ്ഫുൾ കൺവേർഷൻ ലോ അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് സ്വീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഒരേപോലെ തന്നെ. അപ്പൊ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള തെറ്റായ പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേപോലെ തന്നെ അങ്ങനെയൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസികളാണ് എങ്കിൽ നിശ്ചയമായിട്ടും അവരോട് കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം എന്താ പറയുക, നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് എങ്കിൽ ഇതിൽ തടഞ്ഞിരിക്കുന്ന ഇതിൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവുകയും വേണം. കാരണം നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, സർക്കാർ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ദ ആന്റി ഫോഴ്സ്ഫുൾ കൺവേർഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ശരി, വേണ്ട എങ്കിൽ ന്യായമായിട്ടുള്ള കൺവേർഷനോ അല്ലെങ്കിൽ കൺവേർഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തീർത്ഥാടന സംഭവമോ ആണ് അവിടെ നടന്നിരിക്കുന്നത് എങ്കിൽ അതിലേക്ക് അനാവശ്യ ബലപ്രയോഗത്തോടു കൂടി വന്നിരിക്കുന്ന ആൾക്കാർ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ അഫിലിയേഷൻ ഏത് മതവിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത് നിയമം കയ്യിലെടുക്കലാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമഗ്രമായിട്ടുള്ള ഒരു എൻക്വയറി, ഇതിൽ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, ആരാണ് അതിലെ കൾപ്രിറ്റ്, പോലീസ് വെറും നോക്കുകുത്തിയായി മാറിയിട്ടുണ്ടോ, ഉചിതമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണവും അതിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരികയും ഉണ്ടാവണം. അത് ഉണ്ടായില്ല എങ്കിലാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. പക്ഷെ അത് ഉണ്ടാവുക തന്നെ വേണം. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മധ്യപ്രദേശ് സർക്കാരിന്, അവരുടെ ആഭ്യന്തര വകുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഈ വിഷയത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും നമ്മൾ സർക്കിൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും സുരേഷ് ഗോപിയോട് ചോദിക്കാവുന്ന ചോദ്യമാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് മറുപടി പറയുന്നതും പറയാതിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ ചോദ്യം
ജസ്റ്റിഫൈഡ് ആണ്. അതിന്റെ പേരിൽ അദ്ദേഹം ക്ഷോഭിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷോഭിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ മറുപടി. തീർച്ചയായും വ്യക്തമാണ്. അപ്പോഴും സുരേഷ് ഗോപി ക്ഷോഭിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും പല മാധ്യമങ്ങളും അത് മാത്രമാണ് വാർത്ത നൽകുന്നത്. ജബൽപൂരിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പലരും വിസ്മരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. സുരേഷ് ഗോപി ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നതാണ് പല മാധ്യമങ്ങളുടെയും മെയിൻ ഹെഡിങ് എന്നുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.